ഹലോ. അപ്പം ഞാൻ എന്താ ഈ ഒരു ഫോട്ടോ ഇവിടെ ഇടുന്നതെന്നല്ലേ, ഇതെൻ്റെ പഴയ മുടിയാട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല തിക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്ന മുടിയായിരുന്നു കേട്ടോ. നന്നായി ഞാനത് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് പക്ഷേ എൻ്റെ ഹെയർ പോയി കിടക്കാം കേട്ടോ. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നല്ലോണം ഹെയർ ഫോൾ ഉണ്ട്. അതിന് മുമ്പേ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് വെള്ളം മാറിയിട്ടാണോ എന്താണെന്നറിയില്ല, നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ചു. അപ്പോൾ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ നല്ലോണം ഹെയർ ഫോൾ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത് വീണ്ടും കുറച്ചു കേട്ടോ. അപ്പോൾ തിക്നെസ്സൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ കെയർ റൊട്ടീൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന്. എന്നിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുപാട് ഹെയർ കെയർ ടിപ്പുകളുണ്ട്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് വണ്ണായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ കൈ വെച്ചിട്ടാണ് അതിൽ കുടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കുന്നത്. കാരണം ചീർപ്പ് അധികം യൂസ് ചെയ്യുമ്പോൾ ഹെയർ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ കുടുക്കൊക്കെ പോക്കി എന്നിട്ട് ഇതേപോലെ കെട്ടി വെക്കും. പിന്നെ തലേന്ന് ഞാൻ ഇതേപോലെ ഉലുവ കുതിർത്തതുണ്ടാവും, അത് കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേന്ന് ആ വെള്ളവും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കും കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ. ഉലുവ നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം. നമുക്ക് തലയ്ക്ക് ചൂട് കൂടുമ്പോഴും ഇതേപോലെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവ യൂസ് ചെയ്യാം. ഉലുവയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം. ഞാൻ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത്. എന്ത് ഹെയർ പാക്ക് നമ്മൾ തലയിൽ ഇടുവാണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിൽ ഒന്നിട്ടിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്തൊരു 15 മിനിറ്റെങ്കിലും തലയിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ കൂടാനും അതുപോലെ തന്നെ ഹെയർ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓൾറെഡി 2 ദിവസം മുന്നേ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ പാക്ക് ഇടാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ഇട്ടിട്ട് നല്ലോണം മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഇതേപോലെ ഹെയർ ഒന്ന് കെട്ടി വെക്കുക. ഇതേപോലെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ആദ്യം തന്നെ ഓയിൽ ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെയർ ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെയർ പൊട്ടിപ്പോവുകയാണെങ്കിൽ പിന്നെ വളരാൻ ചാൻസ് കുറവാണ്. നേരെ മറിച്ച് ഹെയർ ഫോൾ ആണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഹെയർ വളരും എന്നാണ് കേട്ടോ പറയുക ശരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഹെയറിൽ മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു ഉലുവ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു അരമണിക്കൂറോ നിങ്ങൾക്ക് എങ്ങനെയാണോ തണുപ്പ് തലയിൽ വെച്ചാൽ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ വെക്കാം. എന്നിട്ട് ഹെയർ നല്ലോണം വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാണ്ട് വെച്ചതാണ്. നല്ല മാറ്റമുണ്ട്, നല്ല തിക്നെസ്സും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഫോൾ ഒക്കെ ഉള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെയർ പാക്ക് ആട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.